ഈ അടുത്ത് നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടതാണ് സുനിത വില്യംസ് ബഹിരാകാശത്തേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ച ആ ഒരു ഐറ്റത്തെ പറ്റി. അപ്പൊ അതിനായിട്ട് ചെറിയ 3 ബീട്രൂട്ട് ഒന്നങ്ങ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഈ ബീട്രൂട്ട് ഒന്ന് നല്ല പോലെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇപ്പതാ നല്ല പോലെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു അരമുറി തേങ്ങയുടെ പാല് 2 കപ്പാണ് കേട്ടോ ചേർക്കുന്നത്. ഇനി ഈ തേങ്ങാപ്പാല് പകുതിയോളം അങ്ങ് വറ്റിച്ചെടുക്കണം. ഇതെല്ലാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചെയ്യണം കേട്ടോ. ഇപ്പൊ പകുതിയോളം തന്നെ വറ്റിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 കപ്പ് പഞ്ചസാരയും 1 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും ഒരിത്തിരി ഉപ്പിട്ട് ഈ പഞ്ചസാര നന്നായി മെൽറ്റായി വരുന്നത് വരെ മിക്സ് ആക്കി കൊടുക്കാം. നല്ല പോലെ മെൽറ്റായി കഴിഞ്ഞാൽ ഒരു 6 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഒരിത്തിരി വെള്ളത്തിൽ കട്ടകളൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് ഇതിലേക്ക് ഒഴിച്ച പാട് ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ കട്ട പിടിക്കും. ലോ ഫ്ലെയിമിലിട്ട് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യണം കേട്ടോ. എന്നിട്ട് കൈ എടുക്കാതെ തുടരെ മിക്സ് ചെയ്ത് കൊടുത്തോണ്ടിരിക്കുക. ഒരു 5 മിനിറ്റ് ഒക്കെ കഴിയുമ്പോഴേക്കും ഈ പാനിൽ നിന്നൊക്കെ വിട്ടു വരാനായിട്ട് തുടങ്ങും. ആ സമയത്ത് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് അണ്ടിപ്പരിപ്പും ബദാമും കൂടി ഒന്ന് ക്രഷ് ചെയ്തത് വിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ആക്കി സെറ്റ് ചെയ്യാനായി ഏതെങ്കിലും ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നന്നായി തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യാം. തണുത്തു കഴിഞ്ഞാൽ കട്ട് ചെയ്ത് സെർവ് ചെയ്യാം കേട്ടോ. അങ്ങനെ സുനിത വില്യംസിന്റെ ഫേവറേറ്റ് ബീട്രൂട്ട് ഹൽവ റെഡിയാണ്. അപ്പൊ എല്ലാവരും ട്രൈ ആക്കി.